भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ അധ സപ്തവിംശതിതമോऽധ്യായ. ഉദ്ധവ ഉവാച ക്രിയായോഗം സമാചക്ഷ്വ ഭവദാരാധനം പ്രഭോ യസ്മാത് ത്വാം യേ യഥാർച്ചന്തി സാത്വതാ സാത്വതർഷഭ. ഏതദ്വദന്തി മുനയോ മുഹുർനിശ്രേയസം നൃണാം നാരദോ ഭഗവാൻ വ്യാസ ആചാര്യോऽംഗിരസസുത. നിസൃതം തേ മുഖാംഭോജാൽ യദാഹ ഭഗവാനജ പുത്രേഭ്യോ ഭൃഗുമുഖ്യേഭ്യോ ദേവ്യൈ ച ഭഗവാൻ ഭവ. ഏതദ്വൈ സർവവർണ്ണാനാമാശ്രമാണാം ച സമ്മതം ശ്രേയസാമുത്തമം മന്യേ സ്ത്രീശൂദ്രാണാം ച മാനദ. ഏതത് കമലപത്രാക്ഷ കർമ്മബന്ധവിമോചനം ഭക്തായ ചാനുരക്തായ ബ്രൂഹി വിശ്വേശ്വരേശ്വര. ശ്രീ ഭഗവാനുവാച നഹ്യന്തോനന്ദപാരസ്യ കർമ്മകാണ്ഡസ്യ ചോദ്ധവ സംക്ഷിപ്തം വർണ്ണയിഷ്യാമി യഥാവദനു പൂർവശ. വൈദികസ്താന്ത്രികോ മിശ്ര ഇതി മേ ത്രിവിധോ മഘ ത്രയാണാമീപ്സിതേനൈവ വിധിനാ മാം സമർച്ചയേൽ. യദാ സ്വനിഗമേനോക്തം ദ്വിജത്വം പ്രാപ്യ പൂരുഷ യഥാ യജേത മാം ഭക്ത്യാ ശ്രദ്ധയാ തന്നിബോധ മേ. അർച്ചായാം സ്ഥണ്ഡിലേഗ്നൗ വാ സൂര്യേ വാപ്സു ഹൃദി ദ്വിജേ ദ്രവ്യേണ ഭക്തിയുക്തോർച്ചേൽ സ്വഗുരും മാമമായയാ. പൂർവം സ്നാനം പ്രകുർവീത ധൗതദന്തോംഗശുദ്ധയേ
ഉഭയൈരപി ച സ്നാനം മന്ത്രൈർമൃഗ്രഹണാദിന സന്ധ്യോപാസ്ത്യാദി കർമാണി വേദേനാചോദിതാനി മേ പൂജാം തൈ കൽപ്പയേൽ സമ്യക് സങ്കൽപ്പ കർമ്മ പാവനീം ശൈലി ദാരുമയി ലൗഹി ലേപ്യാലേഖ്യാ ച സൈകതി മനോമയി മണിമയി പ്രതിമാഷ്ടവിധാ സ്മൃത ചലാചലേതി ദ്വിവിധാ പ്രതിഷ്ഠാ ജീവമന്ദിരം ഉദ്വാസാവാഹനേനസ്ത സ്ഥിരായാമുദ്ധവാർച്ചനെ അസ്ഥിരായാം വികൽപ്പസ്യാൽ സ്ഥണ്ഡിലേതു ഭവേദ്വയം സ്നപനം ത്വവിലേപ്യായാമന്യത്ര പരിമാർജനം ദ്രവ്യൈ പ്രസിദ്ധൈർമദ്യാഗ പ്രതിമാദിഷ്വമായിന ഭക്തസ്യ ച യഥാ ലബ്ധൈ ഹൃദി ഭാവേന ചൈവ ഹി സ്നാനാലങ്കരണം പ്രേഷ്ഠമർച്ചയാമേവ തുദ്ധവ സ്ഥണ്ഡിലേ തത്വവിന്യാസോ വഹ്നാവാജ്യപ്ലുതം ഹവി സൂര്യേ ചാഭ്യർഹണം പ്രേഷ്ഠം സലിലേ സലിലാദിഭി ശ്രദ്ധയോപാഹൃതം പ്രേഷ്ഠം ഭക്തേന മമ വാര്യപി ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായ കൽപ്പത്തെ ഗന്ധോ ധൂപ സുമനസോ ദീപോന്നാദ്യം ച കിം പുനഃ ശുചിഃ സംഭൃത സംഭാര പ്രാഗ്ദർഭൈ കൽപ്പിതാസന ആസീന പ്രാഗുദത്വാർച്ചേദർച്ചായാമഥ സമ്മുഖ കൃതന്യാസകൃതന്യാസാം മദർച്ചാം പാണിനാമൃജേൽ കലശം പ്രോക്ഷണീയം ച യഥാവതുപസാധയേൽ തദദ്ഭിർദേവയജനം ദ്രവ്യാണ്യാത്മാനമേവ ച പ്രോക്ഷ്യ പാത്രാണി ത്രീണ്യദ്ഭിസ്തൈസ്തൈർദ്രവ്യൈശ്ച സാധയേൽ പാദ്യാഖ്യാചമനീയാർത്ഥം ത്രീണി പാത്രാണി ദൈശിക ഹൃദാശീഷ്ണാധ ശിഖയാ ഗായത്ര്യാ ചാഭിമന്ത്രയേൽ പിണ്ഡേ വായുഅഗ്നി സംശുദ്ധേ ഹൃൽപത്മസ്ഥാം പരാം മമ അണ്മീം ജീവകലാം ധ്യായേന്നാദാന്തേ സിദ്ധഭാവിതാം തയാത്മഭൂതയാ പിണ്ഡേ വ്യാപ്തേ സംപൂജ്യ തന്മയാ ആവാഹ്യാർച്ചാദിഷു സ്ഥാപ്യ ന്യസ്താംഗം മാം പ്രപൂജയേൽ പാദ്യോപസ്പർശാർഹണാദീനുപചാരാൻ പ്രകൽപ്പയേൽ ധർമാദിഭിശ്ച നവഭി കൽപ്പയിത്വാസനം മമ പത്മമഷ്ടദളം തത്ര കർണികാകേസരോജ്വലം ഉഭാഭ്യാം വേദതന്ത്രാഭ്യാം മഹ്യം തൂ ഭയസിദ്ധയേ സുദർശനം പാഞ്ചജന്യം ഗദാസീഷു ധനുർഹലാൻ കൗസ്തുഭം മുസലം മാലാം ശ്രീവത്സം ചാനുപൂജയേൽ നന്ദം സുനന്ദം ഗരുഡം പ്രചണ്ഡം ചണ്ഡമേവ ച മഹാബലം ബലം ചൈവ കുമുദം കുമുദേക്ഷണം ദുർഗാം വിനായകം വ്യാസം വിശ്വക്സേനം ഗുരൂൻ സുരാൻ സ്വേ സ്വേ സ്ഥാനേ ത്വഭിമുഖാൻ പൂജയേൽ പ്രോക്ഷണാദിഭി ചന്ദനോശീരകർപ്പൂര കുങ്കുമാഗരുവാസിതൈ
സലിലൈ സ്നാപയേൻ മന്ത്രൈർ നിത്യദാ വിഭവേ സതി സ്വർണഘർമാനുവാഗേന മഹാപുരുഷവിദ്യയാ പൗരുഷേണാഭിസൂക്തേന സാമഭീരാജനാദിഭി വസ്ത്രോപവീതാഭരണ പത്രസ്രഗന്ധലേപനൈ അലങ്കുർവീത സപ്രേമ മദ്ഭക്തോ മാം യഥോചിതം പാദ്യമാചമനീയം ച ഗന്ധം സുമനസോക്ഷതാൻ ധൂപദീപോപഹാര്യാണി ദദ്യാന്മേ ശ്രദ്ധയാർച്ചക ഗുഡപായസ സർപ്പീംഷി ഷഷ്കുല്യാപൂപമോദകാൻ സംയാവദധിസൂപാംശ്ച നൈവേദ്യം സതി കൽപ്പയേൽ അഭ്യംഗോന്മർദ്ദനാദർശദന്തധാവാഭിഷേചനം അന്നാദ്യഗീതനൃത്യാദി പർവണി സ്യുരുതാന്വഹം വിധിനാ വിഹിതേ കുണ്ടേ മേഖലാഗർത്തവേദിഭി അഗ്നിമാധായ പരിത സമൂഹേൽ പാണിനോദിതം പരിസ്ഥീര്യാധ പര്യുക്ഷേദന്വാധായ യഥാവിധി പ്രോക്ഷണ്യാസാദ്യ ദ്രവ്യാണി പ്രോക്ഷ്യാഗ്നൗ ഭാവയേതമാം തപ്തജാംബൂനദപ്രഖ്യം ശംഖചക്രഗദാംബുജൈ ലസൽ ചതുർഭുജം ശാന്തം പത്മകിഞ്ചൽക്കവാസസം സ്ഫുരൽ കിരീടകടകടിസൂത്രവരാംഗദം ശ്രീവത്സവക്ഷസം ഭ്രാജൽ കൗസ്തുഭം വനമാലിനം ധ്യായന്നഭ്യർച്യ ദാരൂണി ഹവിഷാഭിഘൃതാനി ച പ്രാസ്യാജ്യാഭാഗാവാഘാരൗ ദത്വാ ചാജ്യപ്ലുതം ഹവി ജുഹുയാന്മൂലമന്ത്രേണ ഷോഡശർച്ചാവദാനത ധർമാദിഭ്യോ യഥാന്യായം മന്ത്രൈ സ്വിഷ്ടകൃതം ബുധ അഭ്യർച്യാഥ നമസ്കൃത്യ പാർഷദേഭ്യോ ബലിം ഹരേൽ മൂലമന്ത്രം ജപേദ്ബ്രഹ്മ സ്മരൻ നാരായണാത്മകം ദത്വാചമനമുക്ഷേഷം വിശ്വക്സേനായ കൽപ്പയേൽ മുഖവാസം സുരഭിമൽ താംബൂലാദ്യമധാർഹയൽ ഉപഗായൻ ഗൃണൻ നൃത്യൻ കർമാണ്യഭിനയൻ മമ മൽക്കഥാ ശ്രാവയൻ ശൃണ്വൻ മുഹൂർത്തം ക്ഷണികോ ഭവേൽ സ്തവൈരുച്ചാവചൈ സ്തോത്രൈ പൗരാണൈ പ്രാകൃതൈരപി സ്തുത്വാ പ്രസീദ ഭഗവന്നിതി വന്ദേത ദണ്ഡവൽ ശിരോമത്പാദയോ കൃത്വാ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീശ ഭീതം മൃത്യുഗ്രഹാർണവാൽ ശിരോമത്പാദയോ കൃത്വാ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീശ ഭീതം മൃത്യുഗ്രഹാർണവാൽ ശിരോമത്പാദയോ കൃത്വാ
ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീശ ഭീതം മൃത്യുഗ്രഹാർണവാൽ. ഇതി ശേഷാം മയാ ദത്താം ശിരസ്യാധായ സാദരം ഉദ്വാസയേച്ചേദുദ്വാസ്യം ജ്യോതിർജ്യോതിഷി തത്പുന അർച്ചാദിഷു യദാ യത്ര ശ്രദ്ധാമാം തത്ര ചാർച്ചയേൽ സർവഭൂതേഷ്വാത്മനി ച സർവാത്മാഹമവസ്ഥിത. ഏവം ക്രിയായോഗപഥൈ പുമാൻ വൈദികതാന്ത്രികൈ അർച്ചന്നുഭയത സിദ്ധിം മത്തോ വിന്ദത്യഭീപ്സതാം. മദർച്ചാം സംപ്രതിഷ്ഠാപ്യ മന്ദിരം കാരയേൽ ദൃഢം പുഷ്പോദ്യാനാനി രമ്യാണി പൂജായാത്രോത്സവാശ്രിതാൻ. പൂജാദീനാം പ്രവാഹാർത്ഥം മഹാപർവസ്വധാന്വഹം ക്ഷേത്രാപണപുരഗ്രാമാൻ ദത്വാ മത്സാഷ്ടിതാമിയാൽ. പ്രതിഷ്ഠയാ സാർവഭൗമം സത്മനാ ഭുവനത്രയം പൂജാദിനാ ബ്രഹ്മലോകം ത്രിഭിർ മത്സാമ്യതാമിയാൽ. മാമേവ നൈരപേക്ഷേണ ഭക്തിയോഗേന വിന്ദതി ഭക്തിയോഗം സലഭത. ഏവം യ പൂജയേതമാം യസ്വദത്താം പരൈർദത്താം ഹരേദസുരവിപ്രയോ വൃത്തിം സജായതേ വിഡ്ഭുക് വർഷാണാം അയുതായുതാം. കർത്തുശ്ച സാരഥേർഹേതോരനുമോദിതുരേവ ച കർമ്മണാം ഭാഗിന പ്രേത്യ ഭൂയോ ഭൂയസി തദ്ഫലം. ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാമഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ പൂജാവിധിനിരൂപണം നാമ സപ്തവിംശോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. പൊന്നുഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ഭഗവാന്റെ പൂജാവിധികളെക്കുറിച്ചാണ് അനുസ്മരിക്കുന്നത്. ഭഗവത് ഉദ്ധവ സംവാദം, ഉദ്ധവന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഭഗവാൻ ഓരോ വിഷയങ്ങളെ തൻ്റെ ഭക്തന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. 27-ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്തു. ക്രിയായോഗം, ആ ക്രിയായോഗം, പൂജാവിധികളാണ് ക്രിയായോഗം എന്നുള്ളത്, അതിനെ പറഞ്ഞു തരണേ എന്ന് ആവശ്യപ്പെടുകയാണ് ഉദ്ധവൻ.
ഉദ്ധവൻ പറയുന്നു, ക്രിയായോഗം സമാചക്ഷ്വ ഭവദാരാധനം പ്രഭോ യസ്മാത്വാം യേ യഥാർച്ചന്തി സാത്വതാ സാത്വതഋഷഭ. ഹേ സാത്വതഋഷഭ, ഭക്തരക്ഷകനായിരിക്കുന്ന അവിടുന്ന് യേ സാത്വതാഹ, ഏതു ഭക്തന്മാർ യസ്മാത് ഏത് തരത്തിൽ, യഥ ഏതൊരു വിധത്തിൽ, ത്വാം അർച്ചന്തി അങ്ങയെ പൂജിക്കുന്നു, ഭവത് ആരാധനം അങ്ങയുടെ ആരാധനാ സ്വരൂപമായിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങയെ ആരാധിക്കുന്നതായിട്ടുള്ള ആ ക്രിയായോഗം പ്രഭോ സമാചക്ഷുവ, അല്ലയോ ഈശ്വര നല്ല പോലെ അരുളി ചെയ്യണേ, വേണ്ട പോലെ അത് പറഞ്ഞു തരണേ. ഇവിടെ സംതൃപ്തിയും മനഃപ്രസാദവും ജനിപ്പിക്കുന്ന ക്രിയായോഗം, ജ്ഞാനവൈരാഗ്യാദി ശ്രേഷ്ഠ ഗുണങ്ങൾ രാഗാദിവൃത്തികളാൽ കലുഷിതമായ മനസ്സിലേക്ക് പെട്ടെന്ന് കടക്കില്ല, അവിടെ അത് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അന്ധകരണത്തെ പരിശുദ്ധമാക്കാൻ ഏറ്റവും വിശേഷമായിട്ടുള്ളത് ഭഗവത് പൂജയാണ്. ക്രിയായോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, ഇത് മൂന്നും ചേർന്നതാണ് ക്രിയായോഗം. അപ്പൊ അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഭക്തന്മാരാണ് അങ്ങയെ പൂജിക്കുക, ഏതൊക്കെ സാധനയിലൂടെയാണ് അങ്ങയെ പൂജിക്കുക, ഇതൊക്കെ ആ വിസ്തരിച്ചും കൊണ്ട് ആ ക്രിയായോഗത്തെ അടിയന് ഉപദേശിച്ചു തരണേ. ഏതദ്വദന്തി മുനയോ മുഹുർ നിശ്രേയസം നൃണാം നാരദോ ഭഗവാൻ വ്യാസ ആചാര്യോങ്കിരസസുത. നാരദൻ, ഭഗവാൻ വ്യാസ പൂജ്യനായ വ്യാസൻ, അങ്കിരസ പുത്ര അങ്കിരസിന്റെ പുത്രൻ ആയിരിക്കുന്ന ആചാര്യ ദേവാചാര്യൻ ബൃഹസ്പതി അങ്കിരസിന്റെ പുത്രൻ തുടങ്ങിയ മുനികൾ നൃണാം നിശ്രേയസം മനുഷ്യർക്ക് ഏറ്റവും ശ്രേയസ്കരമാണ് എന്ന് ഏതത് മുഹു വദന്തി ഇതാണ് എന്ന് പിന്നെയും പിന്നെയും പറയുന്നു. അതാണ് പൂജാക്രമം അല്ലേ. ഇവിടെ മനുഷ്യർക്ക് പരമഫലം കൊടുക്കുന്ന ഉത്തമ പ്രവൃത്തി ഭഗവത് പൂജയാണ് എന്ന് എത്ര ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്? വളരെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നു. നാരദ മഹർഷി, വേദവ്യാസൻ, ബൃഹസ്പതി തുടങ്ങിയവർ പല വിധത്തിലും പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കേൾക്കണം എന്ന ആഗ്രഹം. നിസൃതം തേ മുഖാംഭോജാല്യദാഹ ഭഗവാനജ പുത്രേഭ്യോ ഭൃഗുമുഖ്യേഭ്യോ ദേവ്യൈ ച ഭഗവാൻ ഭവ. പുത്രേഭ്യ ഭൃഗുമുഖ്യേഭ്യ പുത്രന്മാരായ ഭൃഗു തുടങ്ങിയവർക്കായി ഭഗവാൻ അജഹ ബ്രഹ്മദേവൻ, ദേവ്യൈ ബ്രഹ്മാവ് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ദേവ്യൈ ഭവഹ പാർവതീദേവിക്കായിക്കൊണ്ട് ഭവൻ സാക്ഷാൽ മഹാദേവനും, തേ മുഖാംഭോജാൽ അങ്ങയുടെ മുഖപത്മത്തിൽ നിന്നും നിസൃതം പുറപ്പെട്ടതായിട്ട് യത് ആഹ എന്താണോ പറഞ്ഞത്, അങ്ങയെ പൂജിക്കുന്നത് മോക്ഷകരമാണ് എന്ന് അങ്ങ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതറിഞ്ഞിട്ടുള്ള ബ്രഹ്മാവ് ഭൃഗു തുടങ്ങിയ തൻ്റെ മക്കൾക്ക് അതിനെ ഉപദേശിച്ചു. അതേപോലെ കൈലാസപതിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവൻ പാർവതി ദേവിക്കും ഉപദേശിച്ചു ആ പൂജാവിധി. ഏതദ്വൈ സർവവർണ്ണാനാമാശ്രമാണാം ച സമ്മതം ശ്രേയസാമുത്തമം മന്യേ സ്ത്രീശൂദ്രാണാം ച മാനദ. മാനദ ഹേ മാനത്തെ നൽകുന്നവനെ, തന്നെ ആശ്രയിക്കുന്ന ആളുകൾക്ക് പരമമായ പദവി നൽകുന്ന ഭഗവാനെ. സർവവർണ്ണാനാം ആശ്രമാണാം ച എല്ലാ വർണ്ണങ്ങൾക്കും എല്ലാ ആശ്രമങ്ങൾക്കും, സ്ത്രീശൂദ്രാണാം ച സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും, ശ്രേയസാം ശ്രേയസ്സുകളിൽ വെച്ച് ഉത്തമം ശ്രേഷ്ഠമായിരിക്കുന്ന, സമ്മതം പരമസമ്മതമായിട്ടുള്ളത്, ഏതദ്വൈ ഇത് തന്നെ എന്ന് മന്യേ ഞാൻ വിചാരിക്കുന്നു. ഭഗവാനെ ബ്രാഹ്മണാദി 4 വർണ്ണങ്ങൾക്കും ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, മാനപ്രസ്ഥൻ, സന്യാസി എന്നീ 4 ആശ്രമങ്ങൾക്കും വിശേഷിച്ച് പഠിപ്പും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ കുറവുള്ള ശൂദ്രന്മാർക്കും സ്ത്രീകൾക്കും ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലേക്ക് എത്താൻ, പരമപുരുഷാർത്ഥത്തിലേക്ക് എത്താൻ ഏറ്റവും വിശേഷമായത്, ഏറ്റവും നല്ല വഴി, നല്ല മാർഗം ഇത് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. കാരണം എന്താ, ബ്രഹ്മാദിദേവന്മാർക്ക് പോലും സമ്മതമാണ് ഇത്.
അപ്പം അതുകൊണ്ട് ഏതത് കമലപത്രാക്ഷ കർമ്മബന്ധവിമോചനം ഭക്തായ ചാനുരക്തായ ബ്രൂഹി വിശ്വേശ്വരേശ്വര. കമലപത്രാക്ഷ താമരക്കണ്ണ ഭഗവാനെ, വിശ്വേശ്വരേശ്വര ലോകനാഥന്മാർക്കും ഈശ്വരനായിരിക്കുന്നവനെ, കർമ്മബന്ധവിമോചനം ഏതത് കർമ്മബന്ധത്തെ ഇല്ലാതെയാക്കുന്ന മോചിപ്പിക്കുന്ന ഇതിനെ ഭക്തായ അനുരക്തായ ഭക്തനും അനുരക്തനുമായ എനിക്ക് ബ്രൂഹി ഉപദേശിക്കണേ എന്നാണ്. ഭഗവാന്റെ കണ്ണുകളുടെ മനോഹാരിത, ആ മനോഹരമായ കണ്ണുകൾ കൊണ്ട് ലോകത്തെ മുഴുവൻ സദാ വീക്ഷണം ചെയ്തുകൊണ്ടിരിക്കണു ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ ബ്രഹ്മാതിദേവന്മാരും സേവിക്കുന്ന അങ്ങ് ജനന മരണ സങ്കടം അനുഭവിക്കാൻ കാരണമായിരിക്കുന്ന കർമ്മശക്തിയെ നശിപ്പിക്കാൻ പൂജാവിധികൾ വളരെ ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ കരുതുന്നു. അത് അങ്ങയിൽ പരമമായ പ്രേമവും ഭക്തിയുമുള്ള എനിക്ക് ഉപദേശിച്ചു തരണേ എന്ന ആ വാക്കോടുകൂടി ഇന്നത്തെ പൂജ, ഈ അക്ഷരപൂജ നമ്മൾ സമർപ്പിക്കുകയാണ്. ഉദ്ധവന്റെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാന്റെ ഉത്തരങ്ങളാണ് ഇനി നാളെ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കുക. ഇന്ന് ഭഗവാന്റെ പൂജാവിധികൾ, പ്രത്യേകിച്ചും ഏകാദശിയുടെ പുണ്യം നിറഞ്ഞ ഈ ദിവസം തന്നെ അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തന്നു. ആ കാരുണ്യത്തിനു മുമ്പിൽ വീണ്ടും വീണ്ടും ശിരസ് കുനിച്ചും കൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ
ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം.